ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2 സിമ്പിളായിട്ടുള്ള കേക്ക് ഡെക്കറേഷൻ വീഡിയോ, ഒപ്പം തന്നെ ഈ കേക്കുകളുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്ന കുറച്ച് ടിപ്സും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട്. ക്രിസ്മസ് ക്ലാസ്സസ് ആണ് ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ക്ലാസ്സസ് മീൻസ് ഇതിൽ നമ്മൾ മെയിനായിട്ട് ക്രിസ്മസ് പ്ലം കേക്ക് ആൻഡ് ക്രിസ്മസ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. 6th ബാച്ച് ഓഫ് ക്രിസ്മസ് കേക്ക് ക്ലാസ്സസ് ആണ് നമ്മൾ കമ്മിങ് വീക്ക് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് 5th ബാച്ച് അൽഹംദുലില്ലാ സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ബാച്ചസിലെ സ്റ്റുഡൻസിൻ്റെ വർക്കും കൂടെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്, പുഡിംഗ് ക്ലാസ്, മാക്രോൺസ് ക്ലാസ്, സ്പെഷ്യൽ മാംഗോ ട്യൂബ് കേക്ക് സെഷൻസ്, ഫോണ്ടൻ ക്ലാസ് ഇതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് കഴിയുന്നത് വരെ ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്മസ് കേക്ക്സിൻ്റെ ക്ലാസ്സസ് മാത്രമായിരിക്കും. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയധികം സക്സസ്ഫുള്ളി ഈ ക്ലാസ്സസ് എനിക്ക് ഓരോ ബാച്ചും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ ഇത്രയും സക്സസ്ഫുള്ളി അത് റൺ ചെയ്യുമെന്നുള്ളത്. ഒത്തിരി റെസ്പോൺസാണ് കിട്ടുന്നത്. മാത്രമല്ല ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമ്മുടെ കേക്കുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അവരിപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട്. ഒത്തിരി ഹെവി ക്വാണ്ടിറ്റിയിൽ തന്നെ ഫ്രൂട്ട് സോക്കിങ്സ് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ അപ്ഡേഷൻസും എനിക്ക് കിട്ടുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ഫോട്ടോസ് അയക്കും. അവർക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ അതെല്ലാം നമ്മൾ തിരുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പെർഫെക്റ്റ്ലി കേക്ക്സ് എല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഓരോ ബാച്ചസും പെട്ടെന്ന് നടത്താൻ വേണ്ടി സാധിക്കുന്നത്. സക്സസ്ഫുള്ളി ഓരോ ബാച്ചസും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓരോ ബാച്ചിലും നമ്മൾ 25 മെമ്പേഴ്സ് വെച്ച് ഒരു ബാച്ചിൽ 50 മെമ്പേഴ്സ് മിനിമം വെക്കാറുണ്ട്. പക്ഷെ നമുക്ക് പല ബാച്ചുകളിലും മോർ ദാൻ 50 മെമ്പേഴ്സ് വരെ ആവാറുമുണ്ട്. ഇനി നമ്മൾ 6th ബാച്ചാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്മസ് ഓർഡേഴ്സൊക്കെ നമുക്ക് എടുക്കാം. വളരെ നല്ല രീതിയിൽ നമുക്ക് ഷോപ്പിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റിലുള്ള കേക്ക്സ് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്രിസ്മസ് പ്ലം കേക്ക് ആൻഡ് ക്രിസ്മസ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. ഇത് ഓവൻ വിത്ത് ഓവൻ, വിത്തൗട്ട് ഓവൻ 2 രീതിയിലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ, ആ ഒരു പോസ്റ്റിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ക്രിസ്മസൊക്കെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരു ടൈമാണ് നമുക്ക് പഠിക്കാൻ ആപ്റ്റ് ടൈം. നമുക്ക് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള ബാച്ചസ് ഇനി നമ്മൾ വെക്കുന്നുള്ളൂ. കാര്യം ക്രിസ്മസ് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് വെക്കത്തില്ല. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് 1-2 ബാച്ചും കൂടെ വെക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ക്രിസ്മസ് കേക്കിൻ്റെ ക്ലാസ്സസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുകയാണ്. അത് നമ്മുടെ പ്രീവിയസ് ബാച്ചസിലെ സ്റ്റുഡൻസിൻ്റെ വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും മനസ്സിലാവും. പല ബാച്ചിലോട്ട് വരുന്ന മെമ്പേഴ്സിനും ഞാൻ കാണിച്ചു കൊടുക്കാറുള്ളത് പ്രീവിയസ് ബാച്ചസിലെ സ്റ്റുഡൻസിൻ്റെ വർക്കാണ്. അതിലാണ് ഓരോരുത്തരും ഇംപ്രസ്ഡ് ആവാറുള്ളത്, അവർ പെർഫെക്റ്റ്ലി ചെയ്തു എന്ന കാര്യത്തിൽ. എന്തായാലും ഇൻട്രസ്റ്റഡ് ആയവർ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്ത്, ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിലൊരു ഇഞ്ചുറിയൊക്കെ പറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എൻഡിൽ പറയാം. നമുക്ക് അന്നത്തെ ദിവസം പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 1.25 kg സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു. ആ സ്പാനിഷ് ഡിലൈറ്റ് നമുക്ക് പിറ്റേ ദിവസം മോർണിംഗ് കൊടുക്കാനുള്ളതായിരുന്നു. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമുക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ളൊരു ഓർഡർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിലെ വർക്ക് കഴിഞ്ഞ് ഡയറക്റ്റ് എൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. അവിടെ വന്ന് പെട്ടെന്ന് ബേക്കിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കേക്കിൻ്റെ കംപ്ലീറ്റ്, ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് കേക്ക് വാങ്ങുന്ന ഒരു ഫ്രണ്ടാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ് എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. കാര്യം ഒരു ബ്ലാക്ക് ചോക്കോ ടേസ്റ്റ് അവരുടെ ഉമ്മക്ക് ഇഷ്ടമല്ല. അപ്പോൾ കൂടുതലായിട്ടും വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ് അവരുടെ വീട്ടിലേക്കാണെങ്കിലും അവരുടെ ഫാമിലി ഫങ്ഷൻസിനാണെങ്കിലും ഒക്കെ അവർ വാങ്ങാറുള്ളത്. ഞാനതിൽ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ബൂസ്റ്റും അതല്ലെങ്കിൽ ഗനാഷ്
ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, നട്ട്സ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് പ്ലസ് ഞാൻ അതിൻ്റെ ഒപ്പം ബൂസ്റ്റാണ് ആഡ് ചെയ്യാറുള്ളത്. ബൂസ്റ്റ് ഞാൻ മിക്കപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. പലരും ചോദിക്കാറുണ്ട് ബൂസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു എക്സാക്ട് ടേസ്റ്റ് മാറും എന്നുള്ളത്. അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരും. എല്ലാവരും ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയാറുള്ളത്. കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് 7up യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർ ചോദിക്കും എന്താണ് 7up എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്ന എല്ലാ കേക്കുകളും, ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്യുന്ന എല്ലാ കേക്കുകളും 7up വെച്ചിട്ടാണ് ഞാൻ വെറ്റ് ചെയ്യാറുള്ളത്. ആൻഡ് പല കേക്കുകളും നമ്മൾ സ്പെഷ്യൽ മിൽക്ക് യൂസ് ചെയ്തിട്ടും വെറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന സ്പാനിഷ് ഡിലൈറ്റ് നമ്മൾ സ്പെഷ്യൽ മിൽക്ക് യൂസ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരു സ്പെഷ്യൽ ഗനാഷ് റെസിപ്പി, അത് നമുക്ക് ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും ആ ഒരു ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ചെറിയ രീതിയിൽ സ്പ്രെഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ഇതിൽ ബ്ലൂബെറീൻ്റെ ക്രഷ്, ചെറിയ രീതിയിൽ ബ്ലൂബെറി, സ്ട്രോബെറി അതിൻ്റെ എല്ലാം ക്രഷും ലൈറ്റായിട്ട്, ഓവറായിട്ടരുത്, ലൈറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കേക്കിന് എക്സ്ട്രാ ടേസ്റ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. 8 ഇഞ്ച് പാനിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പെർഫെക്റ്റ്ലി നമുക്ക് ആ കേക്ക് ബേക്കായി കിട്ടി. അത് 3 ലെയറിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു 4 ലെയറിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ആ കേക്ക് ബേക്കായി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളത് 3 ലെയറിൽ തന്നെ കട്ട് ചെയ്തു. 1 kg കേക്ക് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കേക്ക് ഇത് മോർ ദാൻ 1.5 kg കേക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഫൈനലൈസിങ് കൂടെ കഴിഞ്ഞു വന്നപ്പോൾ കംപ്ലീറ്റ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള, അവർക്ക് ചെയ്തിട്ടുള്ള അതേ ഒരു ഡിസൈൻ ഉണ്ട്, അതേപോലെ തന്നെ ബട്ട് കളർ ചേഞ്ചിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഓവറായിട്ട് കളർ ആഡ് ചെയ്യുന്നതൊന്നും താല്പര്യമില്ല. അപ്പോൾ ലൈറ്റായിട്ട് ഒരു കളർ ആഡ് ചെയ്ത് കൊടുത്ത് സിംപ്ലി ഡെക്കറേഷൻ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കതിൽ ആദ്യം പേരെഴുതാനുണ്ട്. അപ്പോൾ പേരെഴുതിയതിന് ശേഷം ബോർഡറും ബാക്കി ഡെക്കറേഷൻസൊക്കെ ചെയ്യാമെന്ന് കരുതി. എപ്പോഴും നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത് പേര് എഴുതുമ്പോൾ ആ ക്രീം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ പേര് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ പേര് റെഡ് കളർ വെച്ച് പേര് എഴുതിയെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പകുതി ഭാഗം, കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നില്ല, അതിൻ്റെ പകുതി ഭാഗം. പിന്നെ ഈ ഒരു കേക്കിൻ്റെ പെട്ടെന്ന് കൊടുക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ ടോപ്പ് ബോർഡർ പോർഷനൊന്നും ഞാൻ അത്ര നീറ്റാക്കി എടുത്തിട്ടില്ല. കാരണം അവിടെ ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ ആ കാര്യം ഹൈഡായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷൻ, ഇപ്പം ഞാൻ ബോർഡർ വരയ്ക്കുന്ന ആ പോർഷൻസൊക്കെ അത്രയും പെർഫെക്റ്റ്ലി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, നീറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ പെട്ടെന്ന് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്തത്, അവർ വരുന്നത് വരെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ചെയ്തെടുത്തു. സംഭവം ക്യാമറ ഓൺ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ റണ്ണിങ് ആയിരുന്നില്ല. കുറച്ചങ്ങ് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ്, 1-2 ലെയർ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ക്യാമറ ഓൺ ചെയ്തത്. ഇത് നമ്മൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന് ചോക്ലേറ്റ് സ്പഞ്ചിലാണ് ചെയ്യുന്നത്. അതിന് സ്പെഷ്യൽ മിൽക്ക് വെച്ചിട്ടാണ് വെറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായി തിളപ്പിച്ചാറിയ പാലും മിൽക്ക് മെയ്ഡും ബൂസ്റ്റും ചോക്ലേറ്റ് ഗനാഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ മിൽക്കാണ് സ്പഞ്ച് വെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ക്രീമിലാണെങ്കിലും അതെ, ക്രീമിൽ നമ്മൾ ഗനാഷ്, സ്പെഷ്യൽ ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്, ബൂസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്രീമിൽ. എന്നിട്ട് ക്രീമിങ് ചെയ്ത് ലെയർ ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ഗനാഷ്, ബൂസ്റ്റ്, നട്ട്സ് ഇതെല്ലാം നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്നായിരുന്നു ഈ ഒരു കേക്കും ചെയ്തത്. ചെയ്യണോ വേണ്ടോ, ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ, സ്കൂൾ വർക്കുള്ള ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഓർഡേഴ്സ് എടുക്കാറില്ല. സാറ്റർഡേ സൺഡേ, ഫ്രൈഡേ സാറ്റർഡേ സൺഡേസിലാണ് കൂടുതലും ഓർഡേഴ്സ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് വന്ന ഒരു ദിവസമായിരുന്നു സാറ്റർഡേ കൊടുക്കാനുള്ളത്. അപ്പോൾ ഫ്രൈഡേ സ്കൂൾ കഴിഞ്ഞ് വേഗം എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് ഇതുപോലെ ബ്ലൂ കളറിൽ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഫ്രീസറിൽ വെച്ചു. അതിനുശേഷം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി വർക്കെല്ലാം ചെയ്യാം, അവിടെയാണ് കൊടുക്കാനുള്ളത് കേക്ക്. അപ്പോൾ ബാക്കി വർക്കെല്ലാം ചെയ്യാമെന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞ് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ദെൻ ഹസ്ബൻഡ് വിളിക്കാൻ വന്നിട്ട് കേക്കെല്ലാം പാക്ക് ചെയ്ത് മറ്റേ കേക്ക് ഡെലിവറി ചെയ്ത് ഈ കേക്ക് ഒരു കയ്യിലും പിടിച്ച് അറ്റേ കൈ കൊണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഗേറ്റിനിടയിൽ ചെറുതായിട്ട് കാലൊന്ന് പെട്ടിട്ട് കാലിന് ചെറിയ രീതിയിലൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റിലൊക്കെയാണ്. അപ്പോൾ പിറ്റേന്ന് മോർണിംഗ് എനിക്ക് ഈ കേക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന്മേലുള്ള സ്റ്റിക്കും കാര്യങ്ങളും ബോൾസും എല്ലാം പെട്ടെന്ന് വെച്ച് കൊടുത്തിട്ട് കാലിൽ നല്ല മുറിവൊക്കെ ആയിട്ട് കിട്ടി. ചെറിയ രീതിയിൽ ചതവൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് കൊടുക്കാനുള്ള കേക്ക് ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു. ബാക്കി വന്നിരുന്ന സാറ്റർഡേ സൺഡേസിൽ വന്നിരുന്ന ബാക്കി എല്ലാ ഓർഡേഴ്സും ക്യാൻസൽ ചെയ്തു. ഈ ഓർഡർ അൽഹംദുലില്ലാ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് വെച്ച് വീണിട്ട് ചെറിയ രീതിയിൽ ഡാമേജ് പറ്റിയിരുന്നു കേക്കിന്. അതെല്ലാം ഞാൻ ക്രീം വെച്ച് ഫില്ല് ചെയ്ത് എല്ലാം കറക്റ്റാക്കി നല്ല രീതിയിൽ തന്നെ കസ്റ്റമറിന് കൊടുത്തു. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ ആയിരുന്നു. അപ്പോൾ ആൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കേക്കിൻ്റെ ഫൈനൽ ലുക്കാണെങ്കിലും കേക്കിൻ്റെ ടേസ്റ്റിനാണെങ്കിലും നല്ല ഫീഡ്ബാക്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും കേക്ക് വീഡിയോസ് അങ്ങനെ പുതിയ റെസിപ്പീസായിട്ടും ഡെക്കറേഷൻസായിട്ടും പുതുതായിട്ട് ഒന്നും ഇപ്പം അടുത്ത് ഉണ്ടാവില്ല. ഉള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. റെസ്റ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ഓർഡേഴ്സൊന്നും തൽക്കാലം എടുക്കുന്നില്ല. എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം ആരും വിട്ടുപോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു.